ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ടൈപ്സിനെ പറ്റിയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. മെയിൻലി ഒരു 5 ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ എന്താണ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ പെർഫോമൻസ് ആൻഡ് അതുപോലെ തന്നെ പെർഫോമൻസും പൊസിഷനും കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കമ്പനി പ്രിപ്പയർ ചെയ്യുന്ന ഒരു റിപ്പോർട്ട്, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന എന്തിനാണ്? നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഡിസിഷൻ മേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആവശ്യമായിട്ടുണ്ട്. സോ അവർക്ക് ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിപ്പോർട്ട്, ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ആരാണ് സ്റ്റേക്ക് ഹോൾഡർ? നമ്മുടെ കമ്പനിയിൽ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ പെർഫോമൻസും അതുപോലെ തന്നെ ഡിസിഷൻസും കാരണം അഫക്റ്റ് ചെയ്യുന്ന ആൾക്കാർ, അവരെയാണ് നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് വിളിച്ചിരുന്നത്. സോ ആ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യാനാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ നമുക്ക് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്. എന്താണ് ഈ ഫിനാൻഷ്യൽ പൊസിഷൻ? വേറൊന്നുമില്ല, നമ്മുടെ കമ്പനിയിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ എന്തോരം അസറ്റ്സ് ഉണ്ട്, ലയബിലിറ്റീസ് ഉണ്ട്, ഇക്വിറ്റി ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റും. അതിനെയാണ് നമ്മൾ ഈ ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത്. സോ ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. ഇത് നമ്മൾ നോർമലി +1 +2 കേട്ട് വരുന്നത് ബാലൻസ് ഷീറ്റ് എന്നാണ്. സോ ബാലൻസ് ഷീറ്റിനെയാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ ICCIയിൽ ഇതിനെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് വിളിക്കും. സ്കൂളിൽ വരെ നമ്മൾ ഇതിനെ ബാലൻസ് ഷീറ്റ് എന്നായിരുന്നു. സോ SOFP. സോ ഈ സ്റ്റേറ്റ്മെന്റ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എലമെന്റ്സ് 3 ആൾക്കാരാണ് ഇൻക്ലൂഡഡ്. ഒന്ന് അസറ്റ്സ്, 2 തരത്തിലുള്ള അസറ്റ് ഉണ്ട്, കറണ്ട് ഉണ്ട്, അതുപോലെ തന്നെ നോൺ കറണ്ടും ഉണ്ട്. അതുപോലെ തന്നെ ലയബിലിറ്റീസും 2 ടൈപ്സ് ഉണ്ട്. കറണ്ട് ലയബിലിറ്റീസ് ഉണ്ട്, നോൺ കറണ്ട് ലയബിലിറ്റീസും ഉണ്ട്. ദെൻ നമ്മുടെ ലാസ്റ്റ് ഐറ്റമാണ് ഇക്വിറ്റി. ഇതെന്താണ് എന്നുള്ളത് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. എന്നാലും പറയാം, നമ്മുടെ കമ്പനി ഓൺ ചെയ്യുന്ന കാര്യങ്ങളെ, വാട്ട് ദ കമ്പനി ഓൺസ്, അതാണ് അസറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് ലയബിലിറ്റി മീൻസ് വാട്ട് ദ കമ്പനി ഓസ്. നമ്മുടെ കമ്പനി ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാനായിട്ടുണ്ടോ, ബാധ്യസ്ഥരാണോ, അതിനെയാണ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓണേഴ്സ് ഷെയർ ഇൻ ദ ബിസിനസ്. ഓണേഴ്സ് ഷെയർ ഇൻ ദ ബിസിനസ് ആണ് നമ്മൾ ഇക്വിറ്റി എന്ന് പറയുന്നത്. സോ എന്താണ് ഈ ഓണേഴ്സ് ഷെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ബിസിനസ്സിലെ എല്ലാ ഡെറ്റ്സും നമ്മൾ പേ ഓഫ് ചെയ്തതിന് ശേഷം ആ കമ്പനിയിൽ ബാക്കി വരുന്ന ഐറ്റംസ്, ആ കമ്പനിയിലെ ബാക്കി എന്തൊക്കെയുണ്ടോ അത് ആർക്കുള്ളതാണ്? നമ്മുടെ ഓണറിനുള്ളതാണ്. സോ അതാണ് ഓണേഴ്സ് ഷെയർ ഇൻ ബിസിനസ് എന്ന് പറയുന്നത്. സോ ഈ 3 എലമെന്റ്സ് ആണ് SOFPയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. നമ്മൾ ഈ SOFP പ്രിപ്പയർ ചെയ്യുന്നത് അറ്റ് എ സ്പെസിഫിക് ഡേറ്റിലാണ്. നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെയല്ലേ എഴുതുന്നത്? ഫിനാൻഷ്യൽ പൊസിഷൻ ആസ് അറ്റ് 31st. ഇപ്പം ഞാനിവിടെ മാർച്ച് എടുക്കുന്നു. സോ 31st March 2025. എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? 31st March 2025 ഫിനാൻഷ്യൽ പൊസിഷൻ, അതാണ് പറയുന്നത് അറ്റ് എ സ്പെസിഫിക് ഡേറ്റ്. സ്പെസിഫിക് ഡേറ്റിലെ ഫിനാൻഷ്യൽ പൊസിഷനാണ് നമ്മൾ SOFP വഴി കണ്ടുപിടിക്കുന്നത് എന്ന് പറയുന്നതിനേക്കാൾ ആ സ്പെസിഫിക് ഡേറ്റിലുള്ള
ഫിനാൻഷ്യൽ പൊസിഷനാണ് നമ്മളവിടെ കാണിക്കുന്നത് എന്ന് വേണം പറയാൻ. ഓക്കെ. ഇനി അടുത്തത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SOPL ആണ്. നിങ്ങളിപ്പോൾ വിചാരിക്കും ഇതിന്റെ ഫോർമാറ്റ് എവിടെ, ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഇതൊക്കെ നമുക്ക് വേറെ തന്നെ ചാപ്റ്റേഴ്സ് ആയിട്ട് പഠിക്കാനുണ്ട്. സോ അതാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാത്തത്. ഇപ്പോൾ ജസ്റ്റ് ടൈപ്സ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സും അതിനെക്കുറിച്ച് ജസ്റ്റ് പറയുന്നു, അത്രയേ ഉള്ളൂ. പ്രിപ്പറേഷൻ ഈ വീഡിയോനകത്ത് ഇല്ല. ഇഫ് പ്രിപ്പറേഷൻ കാണാൻ വേണ്ടിയിട്ടാണ് ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാം. സോ രണ്ടാമത്തേതാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നത്. നമ്മളിതിനെ ഓൾസോ വിളിക്കുന്ന പേരാണ്, നമ്മളിതിനെ ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാറുണ്ട്. ഇൻകം സ്റ്റേറ്റ്മെന്റ്. അതുപോലെ തന്നെ നമ്മൾ P&L അക്കൗണ്ടിങ്ങും പറയാറുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നും പറയാറുണ്ട്. സോ അതാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഇതിൻ്റെ പേർപ്പസ്, നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് കണ്ടുപിടിക്കുന്നത് കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഫിനാൻഷ്യൽ പെർഫോമൻസ് എന്താണ് ഈ ഫിനാൻഷ്യൽ പെർഫോമൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വേറെ ഒന്നുമില്ല, നമ്മുടെ കമ്പനി ഓവർ എ പീരീഡ് കമ്പനി എത്രമാത്രം പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് കാണിക്കുന്നതാണ് എന്ത്, ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. സോ അതിനെയാണ് പെർഫോമൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. SOPL, ഈ SOPLിലെ മെയിൻ എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റവന്യൂ അതുപോലെ തന്നെ എക്സ്പെൻസ് ആണ്. റവന്യൂ എന്താണെന്നും എക്സ്പെൻസ് എന്താണെന്നും പറഞ്ഞിട്ടുണ്ട് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ, കാണാത്തവരത് കണ്ടു നോക്കുക. സോ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി ഏൺഡ് ഫ്രം ബിസിനസ് ഓപ്പറേഷൻസ് വഴി നമ്മൾ ഏൺ ചെയ്ത മണി, അതിനെയാണ് നമ്മൾ റവന്യൂ ഓർ ഇൻകം എന്ന് പറയുന്നത്. എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കുണ്ടായ ചെലവ്, കോസ്റ്റ്, അതിനെയാണ് നമ്മൾ എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഓക്കെ. സോ അപ്പം എന്താണ് പ്രോഫിറ്റ്? ഈ റവന്യൂന്ന് നമ്മുടെ എക്സ്പെൻസ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതിനെയാണ് നമ്മൾ ഈ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ SOPL എന്താണ് പറയുന്നത്? ഹൗ മച്ച് ദ ബിസിനസ് ഏൺഡ് ആൻഡ് ഹൗ മച്ച് ഇറ്റ് സ്പെൻഡ്. എത്ര രൂപ നമ്മുടെ ബിസിനസ് ഏൺ ചെയ്തു, അതുപോലെ തന്നെ എത്ര രൂപ സ്പെൻഡ് ചെയ്തു. ദ ഡിഫറൻസ് ഗീവ് ദ നെറ്റ് പ്രോഫിറ്റ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കാണിക്കുന്നത്. സോ അതാണ് SOPLിനെ പറ്റി പറയാനുള്ളത്. ഈ SOPLിനകത്ത് നമ്മൾ ഒരു കാര്യം കൂടെ ഇൻക്ലൂഡ് ചെയ്യും. നോർമലി സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആൻഡ് അതർ കോംപ്രിഹെൻസീവ് ഇൻകം എന്നാണ് പറയുന്നത്. അതർ കോംപ്രിഹെൻസീവ് ഇൻകം. സോ എന്താണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് കാണിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ നോക്കി. ഈ അതർ കോംപ്രിഹെൻസീവ് ഇൻകം എന്താണ്? ഈ അതർ കോംപ്രിഹെൻസീവ് ഇൻകം നമ്മുടെ നോർമൽ ബിസിനസ് ആക്ടിവിറ്റിന്നല്ലാതെ നമുക്ക് എന്തെങ്കിലും ഗെയിനോ ലോസോ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഈ അതർ കോംപ്രിഹെൻസീവ് ഇൻകം എന്ന് പറയുന്നത്. ആ ഗെയിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മൾ അതർ കോംപ്രിഹെൻസീവ് ഇൻകം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, നമുക്ക് ക്യാഷ് ആയിട്ട് റിയലൈസ്ഡ് ആവാത്ത ഇൻകം ഉണ്ടല്ലോ, നമുക്ക് ക്യാഷ് ആയിട്ട് റിയലൈസ്ഡ് ആവാത്ത ഇൻകം, അത് ഓൾസോ അതർ കോംപ്രിഹെൻസീവ് ഇൻകം എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു 5 years മുന്നേ ഒരു ബിൽഡിങ് പർച്ചേസ് ചെയ്തു. ഈ ബിൽഡിങ് പർച്ചേസ് ചെയ്തത് ഒരു $5 lakh വിചാരിക്കുക, 5 years ബാക്ക്. ഓക്കെ. കറൻ്റ്ലി ഈ ഒരു ബിൽഡിങ്ങിന് ഒരു $8 lakh വാല്യൂ ഉണ്ടെന്ന് വിചാരിക്കുക. സോ ഇവിടെ ഒരു 3 lakh എനിക്ക് എന്തുണ്ടാ, ഇവിടെ ഒരു റീവാലുവേഷൻ ഗെയിൻ ഉണ്ടായി. ബട്ട് ആക്ച്വലി ഈ ഒരു എമൗണ്ട് ഞാൻ ഇപ്പോൾ വിറ്റാൽ എനിക്ക് എന്ത് കിട്ടും? 8 ലക്ഷം രൂപ കിട്ടും. ബട്ട് ഞാൻ വിറ്റിട്ടില്ല. സോ ഇവിടെ ഒരു 3 ലക്ഷം എനിക്കിവിടെ എന്താണ്, ഒരു ഗെയിൻ ഉണ്ട്. സോ ഈ 3 ലക്ഷം നമ്മുടെ കയ്യിൽ ആക്ച്വലി ക്യാഷായിട്ട് വന്നിട്ടുണ്ടോ? ഇല്ല. ബട്ട് ഈ 3 ലക്ഷം നമ്മൾ റീവാലുവേഷൻ ഗെയിൻ എന്ന് പറഞ്ഞ് കാണിക്കും. അതും എന്താണ്? കോംപ്രിഹെൻസീവ് ഇൻകം ആണ്. സോ ഇതാണ് അതർ കോംപ്രിഹെൻസീവ് ഇൻകം. സോ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആൻഡ് അതർ കോംപ്രിഹെൻസീവ് ഇൻകം. മൂന്നാമത്തേതാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി.
നമ്മളിതിനെ ഓൾസോ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഓണേഴ്സ് ഇക്വിറ്റി എന്നും പറയാറുണ്ട്. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഓണേഴ്സ് ഇക്വിറ്റി. ഇനി നമ്മൾ ഈ SOC സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയുടെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ പേർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ് കാണിക്കുന്നത്? നമ്മുടെ ഓണറിൻ്റെ ഇക്വിറ്റിയിലുള്ള ചേഞ്ചസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി പ്രിപ്പയർ ചെയ്യുന്നത്. ഡ്യൂറിങ് എ പീരീഡ്, ഒരു പീരീഡിൽ നമ്മുടെ ഓണേഴ്സ് ഇക്വിറ്റിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് കാണിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? SOC പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് കുറച്ച് എലമെന്റ്സ് ഉണ്ട്. ഇതിനകത്ത് വരുന്ന എലമെന്റ്സ് ആണ് ഷെയർ ക്യാപിറ്റൽ, ഷെയർ പ്രീമിയം, റീവാലുവേഷൻ സർപ്ലസ്, അതുപോലെ തന്നെ റീറ്റെയിൻഡ് ഏർണിങ്സ്. ഇനി ഇതൊക്കെ ആരാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മുടെ ഷെയർ ഹോൾഡർ ഇൻവെസ്റ്റ് ചെയ്ത മണിയില്ലേ, നമ്മുടെ ഷെയർ ഹോൾഡർ കൊണ്ടുവന്ന ക്യാഷ്, ആ ക്യാഷിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഷെയർ ക്യാപിറ്റൽ. സോ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ഷെയർ ഹോൾഡർ. ഓക്കെ. രണ്ടാമത്തത് ഷെയർ പ്രീമിയം ആണ്. എന്താണ് ഈ ഷെയർ പ്രീമിയം? ദ എക്സ്ട്രാ മണി എ കമ്പനി റിസീവ്സ് ഓവർ ദ ഫേസ് വാല്യൂ ഓഫ് ഇറ്റ്സ് ഷെയർസ് വെൻ ഇഷ്യൂയിങ് ദ. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു കമ്പനി തുടങ്ങുവാണ്. സോ കമ്പനി തുടങ്ങുന്നത് 1000 ഷെയർസ് വെച്ചിട്ടാണെന്ന് വിചാരിക്കുക. ഒരു ഷെയറിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $100 ആണ്. ഫേസ് വാല്യൂ. അപ്പം എന്താണ് ഈ ഫേസ് വാല്യൂ? നമ്മൾ ഈ ഫേസ് വാല്യൂവിനെ നോമിനൽ വാല്യൂ എന്നും പറയാറുണ്ട്. അതായത് നമ്മുടെ ഇൻകോർപ്പറേഷൻ ടൈമിൽ, അതായത് നമ്മുടെ കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ കമ്പനിയുടെ ഡോക്യുമെന്റിൽ നമ്മുടെ കമ്പനിയുടെ ഷെയറിന് ഒരു വാല്യൂ നമ്മൾ അതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? നമ്മൾ എഴുതിയിട്ടുണ്ടായിരിക്കും. ഇതാണ് എൻ്റെ കമ്പനിയുടെ വാല്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻകോർപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ ഡോക്യുമെന്റ്സിൽ എഴുതും. സോ അങ്ങനെ എഴുതിയിട്ടുള്ള ഷെയറിൻ്റെ വാല്യൂവിനെയാണ് നമ്മൾ ഫേസ് വാല്യൂ അല്ലെങ്കിൽ നോമിനൽ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ. ഇത് ഫിക്സഡ് ആണ്. വെൻ ദ കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ഈ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. ഓക്കെ. വേറൊന്നുമില്ല, ഇറ്റ് റെപ്രസെന്റ് ദ മിനിമം വാല്യൂ ഓഫ് ദ ഷെയർസിന്റെ മിനിമം വാല്യൂ. നമ്മുടെ കമ്പനിയുടെ ഷെയറിന്റെ മിനിമം വാല്യൂ എത്രയാണ്? $100 ആണ്. സോ ഇതാണ് ഫേസ് വാല്യൂ. ഓക്കെ. സോ അങ്ങനെ നമ്മുടെ കയ്യിൽ 1000 ഷെയർസ് ഉണ്ട്. സോ 1000 ഷെയർസിന് $100 ഇട്ട് കൊടുക്കുക മീൻസ് നമുക്ക് എത്ര ഷെയർ ക്യാപിറ്റൽ കിട്ടും? 1 lakh ഷെയർ ക്യാപിറ്റൽ നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. ബട്ട് കറൻ്റ്ലി നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന ഇഷ്യൂ പ്രൈസ്, ഞാൻ ഷെയർ ഇപ്പം ഇഷ്യൂ ചെയ്യുന്നത് ഒരു ഷെയറിന് $120 ആണെന്ന് വിചാരിക്കുക. ഓക്കെ. ഇഷ്യൂ പ്രൈസ് നമ്മൾ ഷെയർസ് കൊടുക്കുന്നത് നമ്മൾ ഈ ഫേസ് വാല്യൂ ആ ഇൻകോർപ്പറേഷൻ ടൈമിൽ നമ്മൾ ഡോക്യുമെന്റ്സ് കാണിക്കുന്നു എന്നേ ഉള്ളൂ. ഫേസ് വാല്യൂവിലാണ് നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതൊന്നും ഇല്ല. ഇഷ്യൂ പ്രൈസ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കാം. ഓക്കെ. സോ അപ്പോൾ 120ക്കാണ് ഞാൻ ഇഷ്യൂ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. സോ 120ക്ക് ഇഷ്യൂ ചെയ്യുമ്പം $1000 120ക്ക് എന്ന് പറയുമ്പോഴത്തേന് എനിക്ക് എത്ര രൂപ ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും? 1,20,000 ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഈ അഡീഷണൽ നമ്മുടെ ഫേസ് വാല്യൂവിന് കൊടുത്തിരുന്നെങ്കിൽ 1 lakh ആയിരുന്നു നമുക്ക് കിട്ടുന്നത്. ബട്ട് നമ്മളിപ്പം ഇഷ്യൂ ചെയ്ത പ്രൈസ് 120ക്ക് ആയതുകൊണ്ട് 1,20,000 നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റി. സോ നമുക്ക് അഡീഷണൽ നമുക്ക് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് അഡീഷണലി കിട്ടിയ ആ ഒരു പൈസ ഇല്ലേ, അതെത്രയാണ്? ഇവിടെ $20,000 ആണ് നമുക്ക് അഡീഷണലി കിട്ടിയത്. ഇല്ലേ? അഡീഷണലി കിട്ടിയത് 20,000 റുപ്പീസ് ആണ്. സോ അതാണ് നമ്മൾ ഷെയർ പ്രീമിയം എന്ന് പറയുന്നത്. നമ്മുടെ കമ്പനിയുടെ ഫേസ് വാല്യൂ, ഷെയറിൻ്റെ ഫേസ് വാല്യൂവിന് മേലെ നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഷെയർ പ്രീമിയം എന്ന് പറയുന്നത്. സോ ഷെയർ ക്യാപിറ്റൽ എന്താണെന്ന് മനസ്സിലായി, ഷെയർ പ്രീമിയം എന്താണെന്ന് മനസ്സിലായി.
ഇത് നമ്മുടെ SOCEയിലെ അടുത്തൊരു എലമെന്റ് ആണ് റീവാലുവേഷൻ സർപ്ലസ്. റീവാലുവേഷൻ സർപ്ലസ് എന്താണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. ഒരു ബിൽഡിംഗ് 5 ഇയർ മുന്നേ ഒരു $5 lakh ആയിരുന്നു. കറന്റ്ലി അത് $8 lakh ഉണ്ട്. സോ അവിടെ ഒരു $3 lakh എന്താണ് ഒരു ഗെയിൻ ഉണ്ടായി. റീവാല്യൂ ചെയ്തപ്പോൾ നമ്മുടെ അസറ്റിന്റെ വാല്യൂ കൂടി. റീവാല്യൂ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ അസറ്റിന് ഇപ്പോൾ നമ്മൾ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര രൂപ വില ഉണ്ട്, എത്ര രൂപ നമുക്ക് കിട്ടും എന്ന് നോക്കുന്നതാണ് ഈ റീവാല്യൂ ചെയ്യുക അല്ലെങ്കിൽ റീവാലുവേഷൻ എന്ന് പറയുന്നത്. സോ അസറ്റിന്റെ വാല്യൂ എന്തായി? ഇൻക്രീസ് ആയി. ഇങ്ങനെ അസറ്റിന്റെ വാല്യൂ ഇൻക്രീസ് ആവുമ്പോൾ അവിടെ നമുക്കൊരു റീവാലുവേഷൻ സർപ്ലസ് ജനറേറ്റ് ആവുന്നു. ഓക്കെ, റീവാല്യൂ ചെയ്തപ്പം അസറ്റിന്റെ വാല്യൂ കൂടി, സർപ്ലസ് ആയി. സോ അതാണ് റീവാലുവേഷൻ സർപ്ലസ്. ഇനി ഇതിലൊരു ലാസ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീറ്റെയിൻഡ് ഏർണിങ്സ്. റീറ്റെയിൻഡ് ഏർണിങ്സ് എന്താണ്? റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ പ്രോഫിറ്റ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? നമ്മൾ ഡിവിഡൻസ് ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നത്. ഡിവിഡൻസ് പേ ചെയ്യുന്നു. സോ നമ്മുടെ പ്രോഫിറ്റ് ചെയ്യുന്നിടത്ത് നമ്മൾ ഡിവിഡൻഡ് ഷെയർ ഹോൾഡേഴ്സിനൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ ബാക്കി ഒരു എമൗണ്ട് വരില്ലേ? സോ ആ ഒരു എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? ബിസിനസിന്റെ ഫ്യൂച്ചർ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കും, അല്ലെങ്കിൽ നമ്മളത് റീഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെയുള്ള പൈസേനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റീറ്റെയിൻഡ് ഏർണിങ്സ്. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം എൻ്റെ അച്ഛൻ എൻ്റെ കയ്യിലൊരു 2000 റുപ്പീസ് തരുവാണെന്ന് വിചാരിക്കുക. ഓക്കെ, എന്തിന്? ഒരു ഡ്രസ്സ് എടുക്കാനാണെന്ന് വിചാരിക്കുക. ഒരു 1500 മാത്രമേ ആ ഡ്രസ്സിന് എനിക്ക് ചിലവായുള്ളൂ. ബാക്കി 500 രൂപ എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, നമ്മൾ ഈ കുടുക്ക എന്നൊക്കെ പറയില്ലേ, ഈ ക്യാഷ് ഇട്ട് വെക്കുന്ന ഒരു ബോക്സ്. സോ ഈ 500 രൂപ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ആ മണി ബോക്സിൽ കൊണ്ട് വെക്കും. എന്തിനാണ്? ഫ്യൂച്ചറിൽ എനിക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ ചെലവാക്കാൻ വേണ്ടിയിട്ട്. സോ അതുപോലെയുള്ള ഫണ്ടിനെയാണ് നമ്മൾ ഈ റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്. സോ ഈ ഐറ്റംസ് ഷെയർ ക്യാപിറ്റൽ, ഷെയർ പ്രീമിയം, റീവാലുവേഷൻ സർപ്ലസ് ആൻഡ് റീറ്റെയിൻഡ് ഏർണിങ്സ്, ഇവർ ഇത്രയും പേരാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിൽ വരുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോ. വേറൊന്നുമില്ല, ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൽ ഡ്യൂറിങ് എ പീരീഡ്, ഒരു പീരീഡിൽ വരുന്ന ക്യാഷ് ഇൻഫ്ലോസും ആൻഡ് ഔട്ട്ഫ്ലോസ്. ക്യാഷ് ഇൻഫ്ലോസും കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബിസിനസ് ഒരു പീരീഡിൽ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എത്ര രൂപ നമ്മുടെ ബിസിനസ്സിലേക്ക് വന്നു, ഇൻഫ്ലോ, എത്ര രൂപ നമ്മുടെ ബിസിനസ്സിൽ നിന്ന് പോയി, ഔട്ട്ഫ്ലോ. ഓക്കെ, സോ ക്യാഷിന്റെ വരവും പോക്കും അതറിയാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോ. നമ്മൾ മെയിൻലി ഇതിനകത്ത് 3 സെക്ഷൻസ് ആണ് വരുന്നത്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ നിന്ന് ജനറേറ്റ് ആവുന്ന ക്യാഷ് ഫ്ലോസ് കാണിക്കാറുണ്ട്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ നിന്ന് ജനറേറ്റ് ആവുന്ന അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നതായിട്ടുള്ള ക്യാഷ് ഫ്ലോസ് കാണിക്കാറുണ്ട്, ഫിനാൻസിങ് ആക്ടിവിറ്റീസിലെ ക്യാഷ് ഫ്ലോസും കാണിക്കാറുണ്ട്. സോ എന്താണ് ഈ ഓപ്പറേറ്റിംഗ്, ഇൻവെസ്റ്റിംഗ്, ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആണ്. അതായത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ബിസിനസ് ഓപ്പറേഷനിൽ നിന്നും ഉള്ള ക്യാഷിന്റെ മൂവ്മെന്റ്സ് കാണിക്കുന്നതാണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനൊരു കേക്ക് ഷോപ്പാണ് നടത്തുന്നത്. സോ കേക്കൊക്കെ വിറ്റ് എനിക്ക് എത്ര രൂപ കിട്ടി? എനിക്കൊരു $50,000 കിട്ടി എന്ന് വിചാരിക്കുക. ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വന്ന ചെലവും കാര്യങ്ങളും ഒക്കെ പറയുന്നത് ഒരു $30,000 ആണെന്ന് വിചാരിക്കുക. സോ ഇത് ഇൻഫ്ലോയും ഇത് ഔട്ട്ഫ്ലോയുമാണ്. ഇത് കാണിക്കുന്നത്, ഇത് നമ്മൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയുടെ അണ്ടറിലായിരിക്കും കാണിക്കുന്നത്. നമ്മുടെ ബിസിനസ്സിന്റെ മെയിൻ ഓപ്പറേഷൻസിൽ നിന്ന് ഉണ്ടാവുന്ന ക്യാഷ് മൂവ്മെന്റ്സ് ആണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിന്റെ അണ്ടറിൽ കാണിക്കുന്നത്. രണ്ടാമത്തത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആണ്. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ
ഏതേലും ഒരു ലോങ് ടേം അസറ്റ് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാണെന്ന് വിചാരിക്കുക. ഓക്കെ. സോ അപ്പോൾ അവിടെ ഒരു ക്യാഷ് മൂവ്മെന്റ് ഉണ്ടാവില്ലേ? ഒരു ക്യാഷ് ഫ്ലോ ഉണ്ടാവില്ലേ? അതാണ് നമ്മൾ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയുടെ അണ്ടറിൽ കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഞാനൊരു പുതിയ അവൻ മേടിച്ചു എന്ന് വിചാരിക്കുക, നമ്മുടെ ബേക്കിങ്ങിന് ആവശ്യമായിട്ട്. സോ ആ അവൻ മേടിച്ചത്, അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോങ് ടേം അസറ്റാണ്. സോ ആ ഒരു അവൻ മേടിച്ചു, അല്ലെങ്കിൽ ഒരു പഴയ അവൻ എന്ത് ചെയ്തു, ഞാൻ വിറ്റു എന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു പഴയ അവൻ എൻ്റെ കമ്പനിയിൽ ഉണ്ടായിരുന്നു. എൻ്റെ ബിസിനസ്സിൽ ഉണ്ടായിരുന്നു. സോ ഞാൻ അതെടുത്ത് വിറ്റു. സോ വിറ്റപ്പോൾ എനിക്കൊരു $30,000 കിട്ടിയെന്ന് വിചാരിക്കുക. സോ അങ്ങനെ ലോങ് ടേം അസറ്റ്സിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും കാണിക്കുന്നതാണ് ഈ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഫിനാൻസിങ് ആക്ടിവിറ്റി. എന്താണ് ഈ ഫിനാൻസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫിനാൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മുടെ ക്യാപിറ്റൽ റൈസിങ്. നമ്മൾ ക്യാപിറ്റൽ റൈസ് ചെയ്യില്ലേ? ക്യാപിറ്റൽ പലയിടത്തു നിന്നായിരിക്കും റൈസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ നിന്ന് ചിലപ്പോൾ കടം മേടിക്കുന്നതായിരിക്കാം, ചിലപ്പോൾ ബാങ്ക് ലോൺ എടുക്കുന്നതായിരിക്കാം. സോ അതാണ് ഫിനാൻസിങ് മീൻസ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഫിനാൻസിങ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി എവിടെന്നെങ്കിലും പൈസ, അതായത് ഫണ്ട് റേസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതേലും ഫണ്ട് റീപേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്യാഷ് ഫ്ലോസ്, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്യാഷ് മൂവ്മെൻറ്റ്സ് ആണ് ഫിനാൻസിങ് ആക്ടിവിറ്റീസിൻ്റെ അണ്ടറിൽ നമ്മൾ കാണിക്കുന്നത്. സോ ഇതാണ് 3 ഓപ്പറേറ്റിംഗ്, ഇൻവെസ്റ്റിംഗ് ആൻഡ് ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. ഇതെല്ലാം എന്താണ്? ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോസിൻ്റെ 3 മെയിൻ സെക്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ ഹെഡ് ആണെന്ന് പറയാം. ലാസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നോട്ട്സ് ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. വേറൊന്നുമില്ല, ഇതൊരു നോട്ട് പോലെ, അതായത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഈ നോട്ട്സ് ടു ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മുടെ എന്തൊക്കെ അക്കൗണ്ടിങ് പോളിസീസ് ആണ് നമ്മൾ യൂസ് ചെയ്തത്, അതുപോലെ തന്നെ എക്സ്ട്രാ ആയിട്ടുള്ള ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നോട്ട്സ് ടു ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് നമ്മൾ കുറേ നമ്പേഴ്സ് കാണിക്കില്ലേ? ഇതൊരു 5,000, ഇതൊരു 6,000, ഇങ്ങനെ നമ്മൾ കുറേ ഐറ്റംസ്, കുറേ നമ്പേഴ്സ് ഇങ്ങനെ കാണിക്കും ഇല്ലേ? ഈ നമ്പേഴ്സ് എവിടെ നിന്ന് വന്നു എന്ന് നമ്മളൊരു സ്റ്റോറി പോലെ പറയുന്നു. സോ ഇറ്റ് ഈസ് എ സ്റ്റോറി ബിഹൈൻഡ്. കഥ പോലെ പറയുക മീൻസ് ഇതെവിടെ നിന്നാണ് വന്നത് എന്ന് പറയുക, അല്ലാതെ ഞാനിത് അവിടെ പോയി മേടിച്ചു, അപ്പോൾ ഞാൻ ഇങ്ങനെ അവിടെ ഇത് ഉണ്ടായിരുന്നു, അങ്ങനെ കഥ പോലെ പറയുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ 5,000 എങ്ങനെയാണ് ഇവിടെ വന്നത്, ഈ 5,000 എവിടെ നിന്നാണ് വന്നത്? സോ അങ്ങനെയുള്ളതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. എക്സ്പ്ലെയിൻ ഹൗ ദ നമ്പേഴ്സ് വെയർ കാൽക്കുലേറ്റഡ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാറുണ്ട് ഇല്ലേ? സോ ഡിപ്രീസിയേഷൻ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിലാണോ, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലാണോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഈ നോട്ട്സ് ടു ദ FS നമ്മൾ കാണിക്കും. സോ അതാണ് നോട്ട്സ് ടു ദ FS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമ്മൾ ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇന്ന് പഠിച്ചത്. അതിലെന്തൊക്കെ പറഞ്ഞു? ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് 5 എണ്ണമാണ് ഡിസ്കസ് ചെയ്തത്. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ, നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻസ് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. മെയിൻലി നമ്മുടെ അസറ്റ്സ്, ലയബിലിറ്റീസ്, ഇക്വിറ്റീസ് ആണ് വരുന്ന എലമെന്റ്സ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ പെർഫോമൻസ്, നമ്മൾ എത്ര രൂപ നമ്മുടെ ബിസിനസ് റൺ ചെയ്ത് ഏൺ ചെയ്തു, എത്ര പ്രോഫിറ്റ്, എത്ര ലോസ് ഒക്കെ ഉണ്ടായി എന്ന് കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ആൻഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, നമ്മുടെ ഓണറിന്റെ ഇക്വിറ്റിയിൽ വരുന്ന ചേഞ്ചസിനെയാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിൽ പറഞ്ഞത്. ആൻഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോസ്, നമ്മുടെ കമ്പനിയിലെ ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നോട്ട്സ് ടു ദ FS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വക എല്ലാ സ്റ്റേറ്റ്മെന്റ്സിനകത്തും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള
നമ്പേഴ്സ് എങ്ങനെയാണ് വന്നത്, എന്തൊക്കെ അക്കൗണ്ടിങ് പോളിസീസ് യൂസ് ചെയ്താണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ ഏതൊക്കെ പോളിസിയാണ് യൂസ് ചെയ്തേക്കുന്നത്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഡിപ്രീസിയേഷൻ കാണുന്നതൊക്കെ, അതുപോലെ തന്നെ എക്സ്ട്രാ ഡീറ്റെയിൽസ്. ഇതിനൊക്കെ ഈ സ്റ്റേറ്റ്മെൻറ്റ്സിനൊക്കെ ഒരു എക്സ്ട്രാ ഡീറ്റെയിൽ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് നോട്ട്സ് ടു ദ FS.